ഹായ് എവരിവൺ. ഇന്ന് ലോക പ്രമേഹ ദിനമാണ്. നവംബർ 14 ലോകത്തിൽ ഇൻസുലിൻ കണ്ടുപിടിക്കാനുള്ള ദിനമാണ് നമ്മൾ ലോക പ്രമേഹ ദിനമായി കണക്കാക്കുന്നത്. ഡയബറ്റീസിന് ഇമ്പോർട്ടൻസ് എന്താ? ഡയബറ്റീസിന് ഒറ്റ വാക്കിൽ അറിഞ്ഞാൽ മതി, ഇറ്റ്സ് എ സൈലൻറ്റ് കില്ലർ. 2 ടൈപ്പ് ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളിൽ വരുന്നു, പ്രധാനമായും മുതിർന്നവരിലും ചിലരിൽ ടൈപ്പ് 1 ഡയബറ്റീസ് കാണാറുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ്, അതാണ് 90% പേരിൽ കാണുന്ന ഡയബറ്റീസ്. പക്ഷേ ഷുഗർ ഉള്ളതിലോ 50% പേർക്ക് ഷുഗർ ഉണ്ടെന്ന് അറിയത്തുള്ളൂ. നമ്മുടെ സാധാരണക്കാർ ഷുഗറിൻ്റെ ലക്ഷണമായിട്ട് കരുതുന്നത് എന്താ? അമിതമായ ദാഹം, അമിതമായി മൂത്രം പോവുക, മുറിവ് പഴുക്കുക, ശരീരം പെട്ടെന്ന് ക്ഷീണിക്കുക, തളരുക. ഈ ലക്ഷണങ്ങളൊക്കെ വരുന്നത് ഷുഗർ 300 400 അല്ലെങ്കിൽ 3 മാസത്തെ ആവറേജായി HbA1c 10 കൂടുമ്പോഴാണ് ഈ ലക്ഷണം വരുന്നത്. അതുകൊണ്ടാണ് ഡയബറ്റീസിനെ യഥാർത്ഥമായി സൈലൻറ്റ് കില്ലർ എന്ന് പറയുന്നത്. 10 പേർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ 10ൽ 5 പേർക്ക് ഷുഗർ ഉണ്ടെന്ന് അറിയത്തുള്ളൂ. അറിയുന്നതിൽ തന്നെ 50% പേര് ഷുഗറിന് മരുന്നെടുക്കുന്നുള്ളൂ. പലർക്കും ഷുഗർ കണ്ടുപിടിക്കപ്പെട്ടാലും മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മടിയാണ്. പലരും പറയും, ഡോക്ടറെ ബോർഡർ ലൈൻ ഷുഗർ ഉണ്ട്, ഇപ്പം മരുന്ന് വേണ്ട ഡോക്ടറെ, ഞാൻ പദ്യം നോക്കാം, പദ്യം നോക്കിയിട്ട് കൺട്രോൾ കിട്ടില്ല പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. പലരും കരുതുന്നത് എന്താ, ഒരു അപമാനം പോലാണ്. അയ്യോ ഷുഗർ വന്നു, BP വന്നു, കൊളസ്ട്രോൾ വന്നു. നമുക്ക് 2 സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഭയങ്കര അഭിമാനിയാണ്, അല്ലെ ബാങ്കിൽ ഇത്ര ഇടുന്നു, ഷെയർ മാർക്കറ്റിൽ ഇടുന്നു. അതിനെക്കാട്ടും ഒരു അഭിമാനക്കേടായിട്ടാണ് ശരിക്കും ഷുഗറും BPയും കൊളസ്ട്രോളും കാണുന്നത്. ഓപ്പോസിറ്റാണ്. ഷുഗർ ആദ്യമേ ഉണ്ടോ 3 മാസത്തെ ആവറേജ് HbA1c 6.5 കൂടി ആ ദിവസം തന്നെ ഷുഗറിൻ്റെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക. മരുന്നുകൾ പലവിധമുണ്ട്. നിങ്ങളുടെ എൻഡോക്രോണിസ്റ്റിനെയോ ഫിസിഷ്യനെയോ കണ്ടതിന് ശേഷം കഴിക്കുക. ഫസ്റ്റ് മരുന്നായി മെറ്റ്ഫോമിൻ ഇപ്പോൾ പ്രീ ഡയബറ്റീസിൻ്റെ മരുന്നായി മാറ്റി. മെറ്റ്ഫോമിൻ്റെ ഒപ്പം കിഡ്നിയിലെ ഗ്ലൂക്കോസ് യൂറിൻ വഴി കടത്തിവിടുന്നു. അതിന് ഡാപ്പാക്കാന എംബ വെയിറ്റ് കുറച്ച് 10 മുതൽ 20 കിലോ വരെ വെയിറ്റ് കുറച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ആഴ്ച എടുക്കുന്ന ഇഞ്ചക്ഷൻ, അതിന് ഒസംബിക് മോൺജാറോ വന്നു. പഴയ മരുന്നുകളായ പയോഗിട്ടസോണും സൾഫണിയൂറി, ഇൻസുലിൻ എല്ലാം ഉണ്ട്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, 3 മാസത്തെ ആവറേജ് HbA1c 6.5 കൂടിയ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുക. പക്ഷേ ഷുഗർ ഒറ്റയ്ക്കല്ല നമ്മളെ നശിപ്പിക്കുന്നത്. ഷുഗർ ഒറ്റയ്ക്ക് നമുക്ക് മാക്സിമം ദാഹം, യൂറിനേഷൻ, വായിക്ക് സ്മെല്ല്, മുറിവ് പഴുപ്പിക്കാം, ക്ഷീണിക്കാം. ഷുഗറിനൊപ്പം വരുന്ന ഹാനികരമായ 2 എണ്ണമാണ് BPയും കൊളസ്ട്രോളും. അതാണ് ABC ഓഫ് ഡയബറ്റീസ്. A എന്ന് വെച്ചാൽ 3 മാസത്തെ ആവറേജ് HbA1c 6.5 കൂടി അപ്പോഴേ മരുന്ന് കഴിക്കുക. B എന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷർ 130/80 കൂടിയാൽ അപ്പോഴേ മരുന്ന് കഴിക്കുക. C എന്ന് വെച്ചാൽ ചീത്ത കൊളസ്ട്രോൾ LDL 70 കൂടിയാൽ അപ്പോഴേ മരുന്ന് കഴിക്കുക. ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് 80% പേഷ്യൻറ്റും ഷുഗറിനുള്ള HbA1cയുടെ മരുന്ന് കഴിച്ചാലും BPയുടെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് കഴിക്കാൻ എസ്പെഷ്യലി ഇന്ത്യക്കാരും കേരളീയരും വിമുഖരാണ്. BP ഉണ്ടെന്നൊരു പേഷ്യൻ്റ് OPD വന്ന് നമ്മൾ പറയുന്നു, ബ്ലഡ് പ്രഷർ 140/90. ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയുന്നത്, ഡോക്ടറെ 2 മാസം വെച്ചിരിക്കുന്നപ്പം BP നോർമലാണ്, ഇപ്പോൾ ഇച്ചിരി ടെൻഷൻ കൂടുതലാണ് ഡോക്ടറെ, കുറച്ച് ഉപ്പൊക്കെ കഴിക്കുന്നു, കുറേ കല്യാണത്തിനൊക്കെ പോകുന്നുണ്ട്, നടക്കുന്നില്ല, ആ BP ഞാൻ കുറച്ചോളാം. കൊളസ്ട്രോൾ നമ്മുടെ ലാബിൽ കിടക്കുന്ന എന്താ 0 to 130. നമുക്കറിയാം, ഒരു ദിവസമുള്ള കൊച്ചു കൊടുത്താലും 90 വയസ്സുകാരൻ കൊടുത്താൽ ലാബിൽ 0 to 130 വെക്കും. എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റും ചീത്ത കൊളസ്ട്രോൾ 70 താക്കണം. എല്ലാ ഹാർട്ട് പേഷ്യൻറ്റും ചീത്ത കൊളസ്ട്രോൾ 55 താക്കണം. ചീത്ത കൊളസ്ട്രോൾ 100 വ്യക്തി വരും. നമ്മൾ പറയുന്നു കൊളസ്ട്രോൾ കൂടുതലാണ്, കൊളസ്ട്രോൾ മരുന്ന് സ്റ്റാറ്റിന് ഇപ്പോൾ വില കുറച്ചു, ₹1 ഒരു മരുന്ന് കഴിക്കണം. ഇമ്മീഡിയറ്റ്ലി പേഷ്യൻ്റ് പറഞ്ഞത് എന്താ, ഡോക്ടറെ കുറച്ച് നാളായിട്ട് ബീഫും മട്ടനും കഴിച്ചു, കൊളസ്ട്രോളിൻ്റെ മരുന്ന് ഇപ്പോൾ തുടങ്ങണം ഡോക്ടറെ, ഒരിക്കൽ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ കഴിക്കണം, അപ്പം മരുന്ന് പിന്നെ മതി. അതുകൊണ്ടാണ് പലപ്പോഴും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായ ഹാർട്ട് അറ്റാക്കും കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറും അല്ലെ ഒരു പരിധിവരെ ക്യാൻസേഴ്സും പെരുകുന്നത്. ഷുഗർ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനും BP കൊളസ്ട്രോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്. അതിന് ടൈപ്പ് 2 ഡയബറ്റീസ് പറഞ്ഞാൽ HbA1c മാത്രമല്ല, HbA1c 6.5, BP 130/80, കൊളസ്ട്രോൾ 70. ഇതിൽ 70% ഷുഗർ പേഷ്യൻറ്റ് മരിക്കുന്നത് ഷുഗർ കൂടിയല്ല, അവർ മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് വന്ന. ബാക്കി 30% മരിക്കുന്നത് ഇപ്പോൾ ലിവർ ഫെയിലിയർ, അതുപോലെ നോൺ ആൽക്കോളിക് ഫാറ്റി ഡിസീസ്, കിഡ്നി ഫെയിലിയർ, ക്യാൻസേഴ്സും ഡയബറ്റിക് പേഷ്യൻറ്റ് കൂടുന്നു. അപ്പോൾ റഫ്ലി ഇന്ന് വേൾഡ് ഡയബറ്റീസ് ഡേ നമുക്ക് മനസ്സിലാക്കേണ്ട, ഡയബറ്റീസ് സൈലൻറ്റ് കില്ലറാണ്. പലരും പറയും ഡയബറ്റീസ് ഒരു ഭാരിച്ച ചികിത്സയാണ്, ഇത്രയും ചിലവ് എങ്ങനെ താങ്ങും? ഷുഗറിൻ്റെ മരുന്ന് വാങ്ങിക്കാനല്ല ചിലവ്. മെറ്റ്ഫോമിൻ ഗുളികയ്ക്ക് ഇപ്പോൾ ജൻ ഔഷധിയിൽ കിട്ടുന്നത് 90 പൈസയ്ക്കാണ് 1 ഗ്രാം മെറ്റ്ഫോമിൻ കിട്ടുന്നത്. ഏറ്റവും വില കൂടിയ ഡാപ്പാക്കാന എംബ കിഡ്നിയിലുള്ള ഗ്ലൂക്കോസ് യൂറിൻ വഴി കടത്തിവിടുന്ന മരുന്നുകൾ പണ്ട് 41 രൂപയായിരുന്ന മരുന്ന് ഇപ്പോൾ 8 രൂപയ്ക്ക് ജൻ ഔഷധി കിട്ടും. കൊളസ്ട്രോളിൻ്റെ മരുന്ന് പണ്ട് ഒരു ടാബ്ലറ്റിന് 40 രൂപ 42 രൂപയായിരുന്നത് ഇപ്പോൾ 1 രൂപയ്ക്ക് കൊളസ്ട്രോളിൻ്റെ കിട്ടുന്നു. BPയുടെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലൊസാട്ടൻ, ടെൽമിസാട്ടൻ, ഓൾമിസാട്ടൻ മരുന്നുകൾ 1 രൂപയ്ക്ക് കിട്ടും. സോ ഒരു ഷുഗർ, BP, കൊളസ്ട്രോൾ, വെയിറ്റ് ലോസിൻ്റെ മരുന്നുകൾ വില കുറഞ്ഞിട്ടില്ല, ഇഞ്ചക്ഷൻ, ഒസംബിക്, മോൺജറോ, ബാക്കി മരുന്നുകളെല്ലാം ഷുഗർ, BP, കൊളസ്ട്രോൾ ഒരുമിച്ച് ഒരു ദിവസം കഴിച്ചാലും ഒരു 20 രൂപയ്ക്കുള്ള ജൻ ഔഷധി എന്ന് വാങ്ങിച്ചാൽ ആവുന്നില്ല. സോ ഒരു പെപ്സിക്ക് തന്നെ നമ്മളിപ്പോൾ 40 രൂപ കൊടുക്കുന്നു, അതിലും ചീപ്പാണ്. എന്നാലും നമ്മുടെ ആ ഉള്ളിലെ വൈമുഖ്യമാണ് ഈ മരുന്നുകളൊക്കെ കഴിക്കണം, മരുന്നായി കഴിച്ചാൽ ലിവറും കിഡ്നിയും പോകത്തില്ല. എന്നിട്ടോ ലിവറും കിഡ്നിയും പോയിട്ട് കിടന്ന് ലിവർ ട്രാൻസ്പ്ലാന്റിനും കിഡ്നി ട്രാൻസ്പ്ലാന്റിനും ഹാർട്ട് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ 8ഉം 10ഉം മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുന്നു. സോ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഷുഗർ 45 വയസ്സ് കഴിഞ്ഞാൽ 45 വയസ്സ് നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല,
10-15 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ കണ്ണിനൊരു മൂടൽ, ലേസർ അടിക്കാൻ കോയമ്പത്തൂർ പോകുന്നു, കാലിനൊരു പെരുപ്പും തരിപ്പും, നടക്കുമ്പോൾ കാലിനൊരു കറുപ്പ് നിറം, അപ്പോൾ കാലിന് രക്തയോട്ടം കുറഞ്ഞ് ഡോക്ടർ ന്യൂറോപ്പതി ചികിത്സയ്ക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ക്രിയാറ്റിൻ 8 10 ഡയാലിസിസിനോ ട്രാൻസ്പ്ലാന്റ് പോകുന്നു, നടക്കുമ്പോൾ ഒരു കിതപ്പ് വിങ്ങല് പോലെ, ഹാർട്ട് നോക്കുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ലൈംഗികമായി സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ഉദ്ധാരണം സംഭവിക്കുന്നില്ല, അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ സിറോസിലേക്ക് പോകുന്നു. ഈ കോംപ്ലിക്കേഷനാണ് ചിലവാകുന്നത്. അല്ല ഷുഗർ വന്ന് പിറ്റേ ദിവസം ഷുഗറിൻ്റെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അതാണ് ടേം ഇൻഷുറൻസിലോ അല്ല LICയിലോ നല്ലൊരു ഷെയറിലോ ഇടുന്ന പോലെ. നിങ്ങളൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഷെയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ 5 രൂപയുടെ ഷെയർ ആയിരിക്കും, 20 വർഷം കഴിഞ്ഞ് ഒറ്റ ഷെയറിന് ചിലപ്പോൾ 40 രൂപയായിരിക്കും. നിങ്ങൾക്ക് 100%, 200% ലാഭം കിട്ടുന്നത്. അതേപോലെയാണ് ഇന്ന് ഡയബറ്റീസ് നിങ്ങളുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 3 കാര്യങ്ങൾ മനസ്സിലാക്കുക. HbA1c 6.5, BP 130, LDL 70. വർഷത്തിലൊരിക്കൽ കണ്ണ് ചെക്ക് ചെയ്യുക, റെറ്റിനോപ്പതി, പാദം മുഖം പോലെ സംരക്ഷിക്കുക, ന്യൂറോപ്പതിയുടെ ചെക്കിംഗ് ആയി ബയോസ്റ്റിഷ്യോമീറ്റർ, കാലിൻ്റെ രക്തയോട്ടം ഡോപ്പർ ചെയ്യുക, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ കിഡ്നിയുടെ ടെസ്റ്റുകൾ നോക്കുക. കിഡ്നിയുടെ ടെസ്റ്റിൻ്റെ പേരാണ് ക്രിയാറ്റിനിൻ, യൂറിൻ മൈക്രോആൽബിൻ, പൊട്ടാസ്യം, ലിവർ ഫംഗ്ഷൻ, ഹാർട്ട് അറ്റാക്ക്. ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാം മരിക്കുന്നത് എങ്ങനെ? ലിവർ ഫെയിലിയർ മരിക്കാം, കിഡ്നി ഫെയിലിയർ വരാം, ക്യാൻസർ വരാം, ഹാർട്ടിൻ്റെ അസുഖം വരാം. എന്താണ് ലിവർ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ക്യാൻസർ, ഹാർട്ട് അറ്റാക്കിന് വ്യത്യാസം? ലിവർ ഫെയിലിയർ ഒരു വ്യക്തിക്ക് വന്നു, മദ്യപിച്ചു, സിറോസിസ് വന്നു, അല്ലെങ്കിൽ മദ്യപിക്കുന്നില്ല, നോൺ ആൽക്കോളിക് ഫാറ്റ് ലിവർ വന്നു, ലിവർ സിറോസിസ് വന്നു, ലിവർ ക്യാൻസർ വന്നാലും അന്ന് മരിക്കുമോ? ഇല്ല. ലിവർ സിറോസ് വന്നാൽ മിനിമം 5 മുതൽ 8 വർഷം, ലിവർ ക്യാൻസർ വന്നാലും 2 വർഷം. കിഡ്നി ഫെയിലിയർ വന്നൊരു വ്യക്തി ക്രിയാറ്റിൻ 10 അന്ന് മരിക്കുമോ? ഒരിക്കലും ഇല്ല. ക്രിയാറ്റിൻ ഡയാലിസിസ് ചെയ്താലും ഇല്ലെങ്കിലും 5-10 വർഷം പിന്നെയും ജീവിക്കും. ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നാലും 1 വർഷം ജീവിക്കും. പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രത്യേകത എന്താ? ഇരുന്നോണ്ടിരിക്കുന്ന കസേരയിൽ നിന്ന് അപ്പുറത്തോട്ട് മറിഞ്ഞ് അപ്പം തന്നെ മരിച്ചു വീഴുന്നു. അതാണ് ഹാർട്ട് അറ്റാക്ക്. സോ ഹാർട്ട് അറ്റാക്ക് ഡയബറ്റീസിൻ്റെ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക്. അത് കണ്ടുപിടിക്കുന്നതിനാണ് TMT എക്കോ. ഇപ്പം മുട്ടുവേദന, ഇപ്പം എൻ്റെ ഫാദറിന് ഇപ്പം 80 വയസ്സ്, മുട്ടുവേദന, ഓടാൻ പറ്റിയില്ല, അല്ലെ അമ്മയ്ക്ക് 75 വയസ്സ്, തലകറക്കം, TMT, ഓടാൻ പറ്റില്ല. അവർക്ക് ബെസ്റ്റ് ടെസ്റ്റ് എന്താ? കൊറോണറി ആർട്ടറി കാൽസ്യം സ്കോറിംഗ്. ഇപ്പോൾ ഹൃദയത്തിലെ കാൽസ്യം സ്കോറിംഗ് നോക്കാൻ 2.5 മിനിറ്റാണ്. കാൽസ്യം സ്കോറിംഗ് ലെസ് ദാൻ 100 ആണ് നോർമൽ, മോർ ദാൻ 400 ആണ് ഹൈ റിസ്ക്. സോ ഒറ്റ വാക്ക് മാത്രം ഇന്നത്തെ ലോക പ്രമേയ ദിനത്തിൽ ഞാൻ നിങ്ങളുടെ പറയുന്നു. ഡയബറ്റീസിന് ഒറ്റ വാക്ക്, സൈലന്റ് കില്ലർ. പല്ലുവേദന വന്നു, ലക്ഷണമുണ്ട്. നമ്മൾ പലപ്പോഴും പറയും പല്ലുവേദന ട്രീറ്റ് ചെയ്ത ഡോക്ടർ റൂട്ട് കനാൽ ചെയ്തു, ആ പല്ലുവേദന എന്ത് നല്ല ഡോക്ടറാണ്, ആ വേദന അപ്പോഴേ പോയി. അല്ലെങ്കിൽ മുഖത്ത് 2 വെള്ളപ്പാണ്ട് വന്നു, ഫംഗസ് അല്ലെങ്കിൽ വിറ്റലിയോ, അതിൻ്റെ ക്രീമോ ഓട്ടോഇമ്യൂൺ ട്രീറ്റ്മെൻറ്റും എടുത്തു, അത് പോയി. നമ്മൾ പറയും ഭയങ്കര വെള്ളപ്പാണ്ടായിരുന്നു, അത് പോയി. നല്ല ഡോക്ടർ. ഷുഗറും കൊളസ്ട്രോളും ചികിത്സിക്കുന്ന ഡോക്ടറെ പറ്റി ഒരിക്കലും നല്ല ഡോക്ടർ പറയത്തില്ല. 3 മാസം കാണുന്നുണ്ട്, കുറേ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഷുഗറും കൊളസ്ട്രോൾ മരുന്ന്, എനിക്ക് വേറെ ലക്ഷണമുണ്ട്. പലരും പറയും ഇച്ചിരി കൊളസ്ട്രോൾ ആയാലും മരുന്ന് തന്നു, BP ഒന്നും ഇല്ലെന്ന്. അവിടെ വന്നപ്പോഴേ BP യുടെ മരുന്ന് ചെയ്തു, ഷുഗറിൻ്റെ കുറേ മരുന്ന്, എനിക്കൊരു കുഴപ്പമില്ല. ഈ കുഴപ്പം വന്നിട്ട് ചികിത്സിക്കാൻ ആർക്കും ഒരു താല്പര്യക്കുറവില്ല. ഹാർട്ട് പോയി, കിഡ്നി പോയി, ലിവർ പോയി. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, ഡയബറ്റീസ് ഇസ് ജസ്റ്റ് ലൈക്ക് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ വാട്ട് എവർ ഷെയർ, അല്ലെങ്കിൽ ലോങ് ടേം ഇൻഷുറൻസ് പോലെ. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ഉറപ്പാണ് 10-15 വർഷത്തിനുള്ളിൽ കണ്ണോ പാദവോ കിഡ്നിയോ ഹാർട്ടോ ലൈംഗികതയോ ലിവർ ഫെയിലിയറോ നിങ്ങൾക്ക് വരാം. പക്ഷേ ഷുഗറും BPയും കൊളസ്ട്രോളും ഒരേപോലെ കൺട്രോൾ ചെയ്യും. വർഷത്തിലൊരിക്കൽ കണ്ണ്, പാദം, കിഡ്നി, ലിവർ ഫംഗ്ഷൻ, വർഷത്തിലൊരിക്കൽ ഹാർട്ടിൻ്റെ TMT എക്കോ അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി കാൽസ്യം സ്കോറിംഗ് ചെയ്യുന്നു, വയറിനകത്ത് അൾട്രാസൗണ്ട് ചെയ്ത് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഫൈബ്രോ സ്കാൻ ചെയ്ത് ലിവർ സിറോസിൽ പോകുമെന്ന് നോക്കുന്നു, വ്യായാമം മെയിൻറ്റെയിൻ ചെയ്യുന്നു, പുകവലി മദ്യപാനം ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്താൽ 45 വയസ്സിന് അസുഖം 55, 60, 70, 80 വയസ്സ് വരെ, 90, 100 എത്ര വയസ്സ് ഒരു ഹോസ്പിറ്റലും നടന്ന് അഡ്മിറ്റ് ആവാതെ നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും. അതാണ് എപ്പോഴും ഞാൻ പറഞ്ഞത്, OP ട്രീറ്റ്മെൻറ്റ് ഈസ് 100 times ബെറ്റർ ദാൻ IP ട്രീറ്റ്മെൻറ്റ്. OP ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ 1/2 മണിക്കൂർ, 1 മണിക്കൂർ. പക്ഷേ 2 ദിവസം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോ 10 ദിവസം അഡ്മിറ്റ് ആണെങ്കിൽ ഒരു ഹൃദയത്തിന് പലപ്പോഴും ഉള്ളത് നമ്മൾ അത്രയും ഡിപ്രഷനിലാവും, അത്രയും കൂടെ നിൽക്കാൻ പോലും ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് വേണമെന്നില്ല. സോ ഡയബറ്റീസ് എപ്പോഴും ലാസ്റ്റ് മെസ്സേജ്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് സർവീസിങ് യുവർ വെഹിക്കിൾ. ഒരു പുതിയ BMW വാങ്ങിച്ചാലും, മാരുതി വാങ്ങിച്ചാലും, ഇന്നോവ വാങ്ങിച്ചാലും 5000 കിലോമീറ്റർ പോകുമ്പോൾ എഞ്ചിൻ ഓയിൽ, ക്ലച്ച്, ബ്രേക്ക്, സസ്പെൻഷൻ, കാർബറേറ്റർ എല്ലാം നോക്കി നമ്മൾ ലോങ് ട്രിപ്പ് പോകും. അതേപോലെയാണ് ഡയബറ്റീസ്. 30 വയസ്സ് വന്നു, 35 വയസ്സ് വന്നു ലോങ് ട്രിപ്പ് പോകുക. അത് ഹൃദയവും കിഡ്നിയും ലിവറും ലിംഗവും ലങ്സിനും ഒരു കുഴപ്പമില്ല, അത് ലോങ് ട്രിപ്പ് പോവുക. സോ സൈലന്റ് കില്ലർ, വേൾഡ് ഡയബറ്റീസ് ഡേ. സൈലന്റ് കില്ലറായ കാരണം നിങ്ങൾക്ക് ലക്ഷണങ്ങളൊന്നും അറിയത്തില്ല. സോ നിങ്ങൾ ഡോക്ടറിനെ ഫോളോ ചെയ്യുക. അലോപ്പതി മരുന്നുകളോ ഏത് മരുന്നുകളോ ആയിട്ട് കറക്റ്റ് അക്കങ്ങളെ ചികിത്സിക്കുക. കോംപ്ലിക്കേഷൻ അത് ഹെൽത്തി ആയിട്ട് 90-100 വയസ്സ് വരെ ഡയബറ്റീസിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ അത് ഹെൽത്തി ആയിട്ട് ജീവിക്കുക. താങ്ക് യു.